കാപ്പി കുടിച്ചുകൊണ്ടൊക്കെ ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത്, ഞാൻ ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനെ ഫിസിക്കലി ഓർ മെൻ്റലി നമ്മളെ ലിമിറ്റ് ചെയ്യുകയോ നമ്മളെ പിടിച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അപ്പോൾ ആൾക്കാർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ജിമ്മാണോ യോഗയാണോ ഡോക്ടർ നല്ലത്? ഇവിടുത്തെ ഒരു അവസ്ഥ അറിയാലോ അല്ലേ, നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമുക്ക് എന്ത് വിശ്വാസത്തിലും നമ്മൾ കഴിക്കും. കാരണം നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളിൽ വിഷമുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ നല്ല ഡയറ്റ് കഴിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പ്രാക്ടിക്കലി നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുക? ആളുകൾ ഏറ്റവും കൂടുതൽ രോഗങ്ങളിലേക്ക് പോയത് എന്ത് റീസൺ കൊണ്ടായിരുന്നു? ഭക്ഷണമില്ല എന്നുള്ള റീസൺ ഇല്ല കൊണ്ടായിരുന്നു. 2025 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഭക്ഷണം കൂടുതലായിട്ട് ഓവറായി എന്നുള്ളതുകൊണ്ടാണ് 88% ആളുകളാണ് ഒബേസിറ്റിയിലേക്ക് പോകുന്നത്, മീൻസ് ഓവർ വെയിറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ പൊരിച്ചതോ വറുത്തതോ കഴിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ കുഴപ്പക്കാരനാണോ? അല്ല. നെയ്യ് കുഴപ്പക്കാരനാണോ? അല്ല. ഒലീവ് ഓയിൽ കുഴപ്പക്കാരനാണോ? അല്ല. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡോക്ടർ, ഈ ചായയും കാപ്പിയും പ്രശ്നക്കാരനാണോ എന്നൊരു ചോദ്യമുണ്ട്. ഷുഗർ വൈറ്റ് പോയിസൺ ആണ്. ഓക്കെ, നിങ്ങൾ അതിനെ കട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മാറ്റം. ചില ആൾക്കാർ ഷുഗർ കട്ട് ചെയ്തിട്ട് ജാഗർ യൂസ് ചെയ്യും, ശർക്കര. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വലിയ കാര്യമില്ല. നാളെ നിങ്ങളെല്ലാവരും നെല്ലിക്ക ജ്യൂസ് കുടിച്ചോളൂ, നിങ്ങളുടെ ആരോഗ്യം നന്നാക്കാൻ പറ്റും എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ നീതികേടാണ്. ഇപ്പോൾ ഗ്ലൂട്ടാത്തൈൻ എടുക്കുന്ന എല്ലാവരുടെയും സ്കിൻ എന്തുകൊണ്ട് വെളുക്കുന്നില്ല അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അത് വെളുക്കാനുള്ള ടൂളാണെങ്കിൽ എല്ലാവരുടെയും വെളുക്കണം. എന്തൊക്കെ മിത്തുകളാണ് ഇനിയും മാറി തുടങ്ങേണ്ടത്? ഏതൊക്കെ പൊട്ടത്തരങ്ങളാണ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റേണ്ടത്? പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ്റെയും വെയിറ്റ് കുറയ്ക്കരുത്. നിങ്ങളുടെ ബോഡിയെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കാപ്പി കുടിച്ചുകൊണ്ട് ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ? അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഐ ഹാവ് സംവൺ വെരി റെലവൻറ്റ്, നാച്ചുറോപ്പതി ഡോക്ടർ അഭിജിത്ത് കർമ്മ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ ആളുകൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര കൗതുകം തോന്നുന്നൊരു കാര്യമാണ്, കാപ്പി കുടിച്ചുകൊണ്ടൊക്കെ ഒരാൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത്. എന്താ ഡോക്ടർ അതിൻ്റെ ഡോക്ടറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അല്ല, അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്താണെന്ന് ആ വീഡിയോയിൽ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഹെൽത്തി ആവുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊരു തെറ്റിദ്ധാരണയാണ്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആവണം, അല്ലെങ്കിൽ പഴവും പച്ചക്കറിയും മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെയൊന്നും അല്ല. വളരെ നമ്മളുടെ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അതിൽ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തിയാൽ, സമയത്തിൽ ചില പാലനങ്ങളൊക്കെ വരുത്തിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ ബോഡിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഗെയിൻ ചെയ്യുക, വെയിറ്റ് ലൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ ഓരോ പ്രോസസ്സാണ്. അതിനൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണത്തെ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡീനെ ഹെൽത്തി ആക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണങ്ങളിലൊന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ ബുള്ളറ്റ് കോഫി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, വയറ് നിറച്ച ആഹാരം കഴിക്കുക. അതൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ക്രൂരതയാവരുത്. ചില സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ, ഇതൊരു ക്രൂരതയാണല്ലോ. അങ്ങനെയല്ല, വളരെ ഹാപ്പിയായി ഹെൽത്തിയായി വളരെ സന്തോഷത്തോടു കൂടി പ്ലസൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജേർണിയാണ് ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ പലപ്പോഴും ഓവർ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. ആക്ച്വലി എന്താ ഹെൽത്തി ആയിട്ടിരിക്കുക? എപ്പോഴും എല്ലാ ദിവസവും ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളുടെ വണ്ണത്തെ വെച്ചിട്ടാണ് ഒരാൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുക? ഡോക്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ ബീങ് ഹെൽത്തി എന്താ, എങ്ങനെയാണ് നിർവചിക്കുക? പ്ലസൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. ബേസിക്കലി ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അതായത് വാക്കുകൊണ്ട് വെർബലി നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റിയലി നമ്മൾ അത്രയും കൺസേൺ ആണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി, ഇപ്പോൾ ഗദാഫി പറഞ്ഞതുപോലെ ജിമ്മിൽ പോയി എന്നുള്ളത് കൊണ്ട് ഹെൽത്തി ആകുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ ജിമ്മിൽ പോകുന്നവരാരും
ഹോസ്പിറ്റലിൽ പോകരുത്, അതെ അല്ലേ? അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്ന മാനദണ്ഡം. നമ്മളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ ജിമ്മിൽ പോയി പിന്നെ എന്താണ് നമ്മൾ കഴിക്കുന്നുള്ളത് മാറ്ററാണ്, നമ്മളെപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് മാറ്ററാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഏത് വിധത്തിലാണ് എന്നുള്ളത് മാറ്ററാണ്. സോ നമ്മുടെ ഹെൽത്ത് എന്നുള്ളത് ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസൻ്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഞാൻ ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ല, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ്. ഓക്കെ, പലപ്പോഴും നമ്മുടെ ശരീരം നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്റ്റെപ്പ് കയറണം എന്നുണ്ട്, പക്ഷേ എനിക്ക് നടുവേദനയാണ്. എനിക്ക് ലോങ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ നടുവിന് വേദന വരാറുണ്ട് എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനെ ഫിസിക്കലി ഓർ മെൻ്റലി നമ്മളെ ലിമിറ്റ് ചെയ്യുകയോ നമ്മളെ പിടിച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഓക്കെ, അതാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യം. ഫിസിക്കലി മാത്രമല്ല മെൻ്റലി ഡെഫിനറ്റ്ലി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, നിങ്ങളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ മെൻ്റൽ കണ്ടീഷൻ ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് യൂസ് ഇല്ലാതെ വരും. സോ മെൻ്റൽ ആൻഡ് ഫിസിക്കലി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ വളരെ ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പോൾ ലൈഫ് ഇങ്ങനെ ബും എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അത്രയും സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ട്രിവാൻഡ്രം ഇന്ന് കൊച്ചിയിലാണ്, നാളെ ഞാൻ കോയമ്പത്തൂർക്ക് യാത്ര പോവുക. ചിലപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിലായിരിക്കും എനിക്കറിയുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല പ്രോപ്പർ ഫുഡ് കഴിക്കണം, പ്രോപ്പർ ഡയറ്റ് വേണം, നമ്മൾ ജിമ്മിൽ പോകണം റെഗുലറായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പ്രോപ്പർ ഫുഡ് കിട്ടാനും അല്ലെങ്കിൽ ജിമ്മിൽ പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ അതാണ് ഐഡിയൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സാധ്യതയുള്ള ആൾക്കാർക്ക് ആത്മാ വെൽനസ് പോലുള്ളൊരു ആയുർവേദ ക്ലിനിക്കിൻ്റെ ഒരു സാധ്യത എത്രമാത്രമാണുള്ളത്? ഇപ്പോൾ ഗദ്ദാഫി പറഞ്ഞില്ലേ, ഇപ്പോൾ മീഡിയ പേഴ്സൺ മൊത്തത്തിൽ നമ്മുടെ ഒരു സിനാരിയോ ആണ്. നമ്മൾ ഫാസ്റ്റ് ലൈഫിലാണ്, നമ്മൾ ഊബറിൻ്റെയും സൊമാറ്റോയുടെയും ഒക്കെ ജീവിതത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ സെല്ല് ചെയ്ത് പോകുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് മടിയാണ്. ബേസിക്കലി നമ്മളെല്ലാം മടിയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സെല്ലിങ് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് വെച്ച് വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ? സാധ്യമാവണമെന്നില്ല. നമ്മൾക്ക് എല്ലാ ദിവസവും ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഞാൻ കേരളത്തിൽ എനിക്ക് 5 ജില്ലയിലാണ് ക്ലിനിക്കുള്ളത്. ഞാൻ ഓരോ ജില്ലയിലും ഓരോ ദിവസം. പക്ഷേ നമ്മൾ കഴിക്കുന്നതിനെ ഒരു പരിധിവരെ ഹെൽത്തിയായി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ പോയി നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ യു ക്യാൻ ഹാവ് ദ ബേസിക് കോമൺ സെൻസ് അബൌട്ട് യുവർ പ്ലേറ്റ്. അവിടെ ഡയറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഹെൽത്തി പ്ലേറ്റ്, ഒരു ബാലൻസ്ഡ് പ്ലേറ്റ്, അവിടെ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയൊക്കെ ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങളുടെ ഏത് യാത്രയിലും കൊണ്ടുവരാൻ പറ്റും. നിങ്ങളാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളൊരു ദിവസം വൈകിട്ട് നിങ്ങളൊരു 7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലഡ്സോ ഒരു ഗ്രില്ലോ ഓർഡർ ചെയ്യാം. അതല്ല, നിങ്ങളിപ്പോൾ തട്ട് ദോശയാണ്, നിങ്ങൾ തട്ട് കടയിലാണ് കയറിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോശയും ഒരു ഡബിൾ ഓംലേറ്റ് ഓർഡർ ചെയ്യാം. അവിടെ നിങ്ങൾ ഏതാണ് കാർബ് കട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ഫാറ്റ് വരേണ്ടത്, ഇത് നമ്മളുടെ വിവേചനം അല്ലെങ്കിൽ ഇതിനൊരു ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ജിമ്മാണോ യോഗയാണോ ഡോക്ടർ നല്ലത്? അതിന് ചോദ്യമാണ്, ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പം ഗദ്ദാഫിയുടെ ചോദ്യം. കാരണം ജിമ്മിന് യോഗയ്ക്കും എനിക്കൊരു വിരോധമില്ല. രണ്ടിനോടും എനിക്ക് റെസ്പെക്റ്റാണ്, രണ്ടിനോടും എനിക്ക് സ്നേഹമാണ്. ഞാൻ രണ്ടും ചെയ്യുന്നയാളാണ്. കോട്ടയത്താണെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്നയാളാണ്. പക്ഷേ യോഗയുടെ അഡ്വാൻറ്റേജ് അതാണ്, വേറെവർ യു ആർ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ റൊട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻറ്റോ ഒരാളോ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കണം എന്നുള്ളതിനകത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം എന്നാണ്. എൻ്റെ ഒരു ഡയറ്റിലോ ഞങ്ങളുടെ ഹോസ്പിറ്റലിലോ ഏത് ഹോസ്പിറ്റലിലോ ഡയറ്റിലോ ആരും ജിമ്മിൽ പോകണം എന്നല്ല എഴുതുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ജിം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. അത് നമ്മളാണ് എഴുന്നേൽക്കും മുതൽ ഉറങ്ങുന്ന വരെയുള്ള കാര്യത്തെ നമ്മളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് എക്സ്ക്യൂസുകൾക്ക് ഇവിടെ പ്രാധാന്യമില്ല.
നമുക്ക് എക്സ്ക്യൂസുകളുണ്ട്, കറക്റ്റാണ്, അത് സത്യവുമാണ്. ഏത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, നമുക്ക് സാഹചര്യം എളുപ്പമല്ല, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 100 വയസ്സ് വരെ കോമയിൽ കിടന്ന് ഭക്ഷണത്തിനെതിരെ മരുന്നുകൾ കഴിച്ച് ജീവിച്ചിരിക്കണോ, അതുള്ള കാലം ഓടിച്ചാടി ആരോഗ്യത്തോടു കൂടി ക്വാളിറ്റി ആയിട്ട് ജീവിച്ചിരിക്കണോ? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ എങ്ങനെ നമ്മളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറയില്ല, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഡോക്ടർ, ഇവിടുത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ അല്ലേ, നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമുക്ക് എന്ത് വിശ്വാസത്തിലും നമ്മൾ കഴിക്കും. കാരണം നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളിൽ വിഷമുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ എത്രമാത്രം മായമുണ്ട് എന്നുള്ളത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പേസ്റ്റിലും സോപ്പിലും വരെ എത്രമാത്രം കെമിക്കൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ നല്ല ഡയറ്റ് കഴിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പ്രാക്ടിക്കലി നമുക്ക് ഉപദേശിച്ച് കൊടുക്കാൻ പറ്റുക? അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ എങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റും ഒരു സാധാരണക്കാരന്? അല്ല, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മലിനീകരണമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പച്ചക്കറിയിൽ, മത്സ്യത്തിൽ, മാംസത്തിൽ, പഴങ്ങളിൽ, ഇതെല്ലാത്തിലും ഒരു മലിനീകരണമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ അങ്ങനെ എല്ലാത്തിലും ഒരു മലിനീകരണം കണ്ടാൽ നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പച്ചക്കറിയിൽ മരുന്ന് അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടാത്ത കെമിക്കൽ കുത്തിവെക്കരുത് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം മുഴുവൻ കാര്യങ്ങളും മലിനമാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ തെറ്റിദ്ധാരണകളാണ് പലതും. ഇപ്പോൾ ഞാൻ പറയുന്നത് വെജ് ഓർ നോൺ വെജ് ഏതാണ് നല്ലത്? അങ്ങനെ ഉണ്ടോ? നല്ലത് ചീത്തയുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ വെജ് ആയതുകൊണ്ടോ നോൺ വെജ് ആയതുകൊണ്ടോ നമ്മൾ ഹെൽത്തി ആവണം, നമ്മൾ അൺഹെൽത്തി ആവണമെന്നോ നമുക്ക് പറയാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ചിക്കൻ, ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിൽ വെക്കുന്നു. അതേ സമയത്ത് ഞാൻ ഗോബി മഞ്ചൂരി ഫ്രൈ എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് വെക്കുന്നു. ഒന്ന് വെജും മറ്റേത് നോൺ വെജുമാണ്. ഏതാണ് എന്നോട് നല്ലത്, അല്ലെങ്കിൽ ഏതാണ് ഒരു ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ വിത്ത് ചിക്കൻ. ഞാനൊരിക്കലും വെജാണ് എന്നുള്ളത് കൊണ്ട് ഗോബി മഞ്ചൂരിയയിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ വെജ് ഓർ നോൺ വെജ് എന്നുള്ളത് ഇവിടെ മാറ്ററല്ല. എങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതാണ് മാറ്റർ. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മരുന്നുണ്ട് അല്ലെങ്കിൽ കെമിക്കലുണ്ട്, അത് പൊല്യൂട്ടഡ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും എടുക്കാതിരിക്കാൻ സാധ്യമല്ല. നമുക്ക് എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. ആ കഴിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി ബുദ്ധി ഉപയോഗിച്ച് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഏത് രൂപത്തിൽ ബാലൻസ്ഡ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രൊഡക്ട്സിലെ കണ്ടന്റുകൾ മനസ്സിലാക്കി നമുക്കതിനകത്ത് കുറച്ചുകൂടെ ഐഡിയൽ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ നമ്മളുടെ ബേസിക് നോളജ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് നമ്മളുടെ നാട് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ആളുകൾ ഏറ്റവും കൂടുതൽ രോഗങ്ങളിലേക്ക് പോയത് എന്ത് റീസൺ കൊണ്ടായിരുന്നു? ഭക്ഷണമില്ല എന്നുള്ള റീസൺ കൊണ്ടായിരുന്നു. 2025 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഭക്ഷണം കൂടുതലായിട്ട് ഓവറായി എന്നുള്ളതുകൊണ്ടാണ് 88% ആളുകളാണ് ഒബേസിറ്റിയിലേക്ക് പോകുന്നത്, മീൻസ് ഓവർ വെയ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ആ മാറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? ഇപ്പം ഞാനിപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങളിനി ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ കഴിക്കുന്നതെല്ലാം മോശമാണ്, അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന കുറേ ഭക്ഷണങ്ങൾ ചെറിയ ചില ചേഞ്ചുകൾ വരുത്തിയാൽ ഹെൽത്തി ആയിട്ട് കഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല, വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. ഒമേഗ 3 പോലെ അങ്ങനെ അതിൻ്റെ കണ്ടന്റുകൾ കൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമുക്ക് നല്ലതാണ്. എങ്ങനെ ഉപയോഗിക്കണം? അവിയൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1-2 ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് അവിയൽ കഴിച്ചാൽ എനിക്ക് വിരോധമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് അത് വേണോ എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള നോളജ് നമ്മുടെ കയ്യിൽ വരുന്ന പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മളത് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുക, എന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊല്യൂട്ടഡ് ആയിട്ട് കിട്ടുന്ന വെജിറ്റബിൾസ് ആയിരിക്കാം, പൊല്യൂട്ടഡ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, പക്ഷേ അതിനെ വീണ്ടും പൊല്യൂട്ടഡ് ആക്കണ്ടല്ലോ നമ്മൾ.
കിട്ടുന്ന സാധനത്തെ മാക്സിമം ഹെൽത്തി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാമല്ലോ. അത് പൊല്യൂട്ടഡ് ആയി എന്നുള്ളതുകൊണ്ട് നമ്മളും അതിനെ മോശമായ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു റീലാണ്, അതായത് ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ പൊരിച്ചതോ വറുത്തതോ കഴിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കോക്കനട്ട് ഓയിൽ അത് ശുദ്ധമായാൽ മതി. അപ്പോൾ അതിൽ എത്രമാത്രം മിത്തുണ്ട്? ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സൺഫ്ലവർ ഓയിലും പാം ഓയിലും നമുക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ ആരോഗ്യത്തിനൊട്ടും നല്ലതല്ലാത്തതുമാണ്. പക്ഷെ അതൊന്നും ഫ്രൈ ചെയ്തല്ല, നമുക്കല്ലാതെ നമ്മുടെ കറികളിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓക്കെ. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് അവിയലിൽ മിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കറികളിലും തോരനിലും മിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രൈ ചെയ്ത് ഒരു ഫ്രൈയിലേക്ക് പോകുമ്പോഴാണ് ഇത് വീണ്ടും നമുക്ക് ഹെൽത്തി അല്ലാതായി മാറുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ കുഴപ്പക്കാരനാണോ? അല്ല. നെയ്യ് കുഴപ്പക്കാരനാണോ? അല്ല. ഒലീവ് ഓയിൽ കുഴപ്പക്കാരനാണോ? അല്ല. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം, ബേസിക് നോളജ് ഉണ്ടാവണം. ഓക്കെ. ഇതിപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ എൻ്റെയും ഡോക്ടറിൻ്റെ അടക്കം ഭൂരിഭാഗം നമ്മളുടെ ഈ ജനറേഷനിലുള്ള ആൾക്കാരെ ഒരു ദിവസം തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ നിന്നായിരിക്കും. മൊബൈൽ ഫോണിൽ നമ്മളൊരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ഡേ നമ്മൾ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഐഡിയൽ വേ ഓഫ് സ്റ്റാർട്ടിങ് എ മോർണിംഗ് അത് എങ്ങനെയായിരിക്കണം? എന്ത് കഴിച്ചിട്ടായിരിക്കണം, എന്ത് നമ്മൾ കുടിച്ചിട്ടായിരിക്കണം തുടങ്ങണം എന്നാണ് ഡോക്ടർ എപ്പോഴും പറയുക? ഐഡിയൽ വേ ഓഫ് സ്റ്റാർട്ടിങ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ, മൊബൈൽ രാവിലെ ഉപയോഗിക്കുന്നതിനോട് നമുക്കൊരിക്കലും എനിക്കും നിങ്ങൾക്കും അറിയാം അത് ഐഡിയൽ അല്ല എന്നുള്ളത്. നമുക്ക് ഇപ്പം നമ്മളുടെ ഡയറ്റാണ് പറയുന്നതെങ്കിൽ ശരിക്കും ബേസിക്കലി ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ഹെൽത്ത് കണ്ടീഷനൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കുന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ബേസിക് റിക്വസ്റ്റ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി നമുക്ക് കുടിക്കാൻ പറ്റുന്ന തണുപ്പിലേക്ക് ആക്കിയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ ബോഡി രാവിലെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കുക എന്നുള്ളതാണ്. കണ്ടീഷൻ വെച്ച് നമ്മൾ പലതും പറയും. ഇപ്പോൾ നമുക്ക് ആഷ് ഗാർഡ് ജ്യൂസ്, നമ്മൾ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ആഷ് ഗാർഡ് ജ്യൂസ് നമ്മൾ സജസ്റ്റ് ചെയ്യാം. എന്താ ആഷ് ഗാർഡ് ജ്യൂസ്? നമ്മുടെ കുമ്പളങ്ങ, കുമ്പളങ്ങയുടെ ജ്യൂസ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷൻ. അത് ഓരോ കണ്ടീഷനിലും നമുക്ക് ഓരോ ജ്യൂസുകൾ പറയാൻ പറ്റും. ഹെൽത്തി ബേസിക്കലി നിങ്ങൾ രാവിലെ വെള്ളം കുടിച്ചിരിക്കണം. നിങ്ങൾ വേറെ ചായയിലേക്കോ കട്ടൻ ചായയിലേക്കോ ഒക്കെ പോകുന്നതിന് മുമ്പ് 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ്. ഓക്കെ. അത് നിങ്ങളുടെ മോഷനിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച്, നിങ്ങളുടെ ഡൈജഷനിൽ തന്നെ വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ഐഡിയലായിട്ട് ഒരു ടൈമിങ്ങിലേക്ക് നമ്മളുടെ ബോഡിയെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ സമയത്താണ് വിശക്കുന്നത്. ആ വിശപ്പിൻ്റെ സമയം തീരുമാനിക്കുന്നത് ഞാനല്ല, നിങ്ങളുമല്ല, ഓരോരുത്തരാണ്. അല്ലേ? അവരവരുടെ ശരീരമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തല്ലല്ലോ നമുക്കിപ്പോൾ വിശക്കുന്നത്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തല്ല നമുക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ. ഓരോരുത്തർക്ക് ഓരോ സമയത്ത് വിശക്കുന്നു എന്നുള്ളതിനർത്ഥം അവരവരുടെ ശരീരത്തെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ബയോളജിക്കൽ ക്ലോക്ക്, സർക്കാഡിയം റിതം എന്നൊക്കെയാണ് ടെക്നിക്കലി അതിന് പറയുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എമൗണ്ട് ഓഫ് ഫുഡ്, നമ്മളുടെ വിശപ്പിൻ്റെ അളവ്, വിശപ്പിൻ്റെ സമയം, ഉറക്കത്തിൻ്റെ സമയം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ്. അതുകൊണ്ടാണ് ഓരോ മതങ്ങളിലും ഓരോ റിച്വൽസ് 21 ഡേയ്സിലേക്ക് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ മതത്തിൽ പോയാലും കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ശരീരത്തിന് അത് ശീലമാക്കാൻ അത്ര സമയം മതി, നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ. എൻ്റെ അച്ഛൻ അമ്പലത്തിൽ ജോലിയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് അച്ഛൻ അമ്പലത്തിൽ ജോലിയാണ്. 3:45 അച്ഛൻ ഇന്ന് വരെ അലാറം വെച്ചിട്ടല്ല എഴുന്നേക്കുന്നത്. അത് ശീലമായി കഴിഞ്ഞു. അത് ശീലമായി കഴിഞ്ഞു. ആ ശീലം എങ്ങനെയാണ് ആയത്? ആ ശീലം നമ്മളുടെ ശരീരത്തെ ശീലിപ്പിച്ചതാണ്. ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ശരീരത്തിന്. ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ശരീരം മാത്രമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ശരീരം മാത്രമാണ്. നമ്മളിപ്പം ഗദ്ദാഫിയോട് ഞാൻ ചോദിക്കണം, ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ഗദ്ദാഫി ഞാനാണ്. അല്ല, നമ്മൾ സ്വന്തമായിട്ട് വേണ്ടാത്തൊക്കെ നമ്മൾ വലിച്ചു വാരി കഴിക്കാറുണ്ട്. നമുക്ക് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം നല്ലതാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചില ദിവസം എക്സസൈസ് ചെയ്യാതെ സ്കിപ്പാക്കാറുണ്ട്. നമ്മളുടെ അച്ഛനോ അമ്മയോ നമ്മുടെ പാർട്ട്ണറോ ഒന്നുമല്ല, അവർക്കൊക്കെ സ്നേഹം കൂടുമ്പോൾ ചിലപ്പോൾ അവർ ഹെൽത്തി അല്ല. പക്ഷേ ശരീരം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. നമ്മളുടെ ബോഡി നമ്മളുടെ ഹെൽത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിനെ നമ്മളൊരു കാര്യം പഠിപ്പിച്ചാൽ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശരീരം നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. പിന്നെ അത് ശരീരം ഫോളോ ചെയ്യും. നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ഇതൊരു ശീലം ആകാൻ 21 വയസ്സ്. പലപ്പോഴും നമ്മളുടെ ശീലങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ചെറുപ്പം തൊട്ട് ഈ വിക്സ്, അതുപോലെ തന്നെ ഈ
ടൈഗർ ബാം അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ചില പോയിന്റ് കഴിഞ്ഞത് ഒരു ഭയങ്കര ഒരു അഡിക്ഷൻ ആവുന്നത് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് തലവേദന ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ വിക്സ് ഇരിക്കുന്നതുകൊണ്ട് അത് പുരട്ടാനും അത് മണക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. ശരിക്കും നമ്മൾ ഈ തലവേദന വരുമ്പോൾ വിക്സ് പുരട്ടുന്ന സമയത്ത് അത് മാറുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണോ, നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ സാധനമാണത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും? ഡിപ്പെൻസ് ഓൺ കണ്ടീഷനാണ്. ഇത് അഡിക്ഷനായി മാറുന്നത് ചില കണ്ടീഷൻസ് കാണാറുണ്ട്. അത് വിക്സ് അമൃതാഞ്ജൻ മാത്രമല്ല, പലതും. ഇപ്പോൾ എന്നോട് നോർമലി ഉള്ളൊരു ചോദ്യമാണ്, ഡോക്ടർ ഈ ചായയും കാപ്പിയും പ്രശ്നക്കാരനാണോ എന്നൊരു ചോദ്യമുണ്ട്. ചായ കുടിക്കാവോ കാപ്പി കുടിക്കാവോ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് വേറെ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ അധികം ഷുഗർ ഉപയോഗിക്കാതെ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഇതെവിടെയാണ് എനിക്ക് വിരോധം എന്നറിയോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇത് കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള അഡിക്ഷൻ. എനിക്ക് അഡിക്ഷനാണ് എന്നൊന്നിലേക്ക് പോകുമ്പോൾ യെസ്, യുവർ ബോഡി ഈസ് ഗെറ്റിംഗ് അലാം, നിങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയമായി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ അമൃതാഞ്ജനും. ഇപ്പം ശരിക്കും തലവേദന ഉള്ള സമയത്ത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന അഡിക്ഷൻ്റെ ഭാഗമായിട്ടാണ്. ജീവിതത്തിൽ ഒന്നും അഡിക്ഷൻ ആവാൻ പാടില്ല. അത് ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും വിക്സ് ആണെങ്കിലും അമൃതാഞ്ജനാണെങ്കിലും ടൈഗർ ബാം ആണെങ്കിലും ഒന്നും അഡിക്ഷൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അത് അഡിക്ഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സമയമായി എന്നുള്ളതാണ് സത്യം. ഓക്കെ. ഞാനും ഡോക്ടറും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മളുടെ ഡയറ്റിൽ ഈ ഒരു ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റിൽ ഈ ഒരു ചെറിയൊരു സാധനം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ലോങ് റണ്ണിൽ ഒരു മാജിക്കൽ മാറ്റം ഉണ്ടാക്കുമെന്ന് തോന്നുന്നൊരു കാര്യം എന്താ? ഷുഗർ കട്ട് ആണോ? 100% മാജിക്കൽ മാറ്റമായിരിക്കും. നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ സ്കിന്നിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ചേഞ്ചുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷുഗർ വൈറ്റ് പോയിസണാണ്. ഓക്കെ. നിങ്ങൾ അതിനെ കട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മാറ്റങ്ങൾ. അത് ഞാൻ ഈ വെറുതെ എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ടില്ല, അനുഭവങ്ങൾ അത്രയും ഞാൻ തരാം. ഐ വിൽ ഗീവ് യു ലിവിങ് എക്സാമ്പിൾസ്. എത്ര വേണേലും തരാം. അതുകൊണ്ട് ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നിന്ന് അവർക്ക് ചേഞ്ച് ചെയ്തിട്ട് മാറ്റം ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മാസം ഷുഗർ കട്ട് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കിക്കോളൂ. എന്തും നോക്കിക്കോളൂ. നിങ്ങൾക്ക് വെയിറ്റ് കുറയണോ, യു ജസ്റ്റ് ഷുഗർ കട്ട്. ഓക്കെ. ഈ ചില ആൾക്കാർ ഷുഗർ കട്ട് ചെയ്തിട്ട് ജാഗർ യൂസ് ചെയ്യും, ശർക്കര. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഷുഗറിൽ നിന്ന് ജാഗരിൽ നിന്ന് തേനും, പിന്നെ തേനിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ യെസ്. ഇപ്പം നമ്മൾ പറയുന്ന ഉദാഹരണം പറയാറുണ്ടല്ലോ, 10 പെഗ് അടിക്കുന്നവരോട് നമ്മൾ ഒരു 6 പെഗ് ആക്കാൻ പറയും, പിന്നെ 2 പെഗ് ആക്കാൻ പറയും, പിന്നെ വല്ലപ്പോഴും ബിയർ കുടിച്ചോളാൻ പറയും, ബിയർ കഴിഞ്ഞ് വൈൻ കുടിച്ചോളാൻ പറയും, പിന്നെ അവരെ നമ്മൾ അതിനകത്ത് പുറത്ത് കൊണ്ടുവരും. ഇതാണ് നമ്മൾ. അതുപോലെ നന്നായി പഞ്ചസാര കഴിക്കുന്ന ആളുകളോട് അവർ ഷുഗർ കട്ട് ചെയ്ത് ജാഗരി, പിന്നീട് അത് തേനിലേക്കും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗരിലേക്ക് പോകുള്ളൂ. പക്ഷേ അത് ഈ ഡയബറ്റിക് ഉള്ളവർ മറ്റേ ചോറ് മാറ്റി ഗോതമ്പാക്കുന്ന പരിപാടിയാണിത്. ഇത് രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അഡിക്ഷൻ കുറയ്ക്കാനാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. ഷുഗർ ഇനിയിപ്പോൾ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. ഈ ഷുഗറില്ലാതെ പറ്റത്തില്ല, കാരണം ഒരു 10 ദിവസം ഒരു ദിവസം 10 ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഷുഗറിന് പകരം നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും? അതാ ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജാഗരി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാം. ആ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അത് ഒരു പകരക്കാരനല്ല. പിന്നെ അതിനെയും നമുക്ക് തന്ത്രപരമായിട്ട് കുറച്ചെടുക്കാൻ പറ്റണം. ഓക്കെ. അങ്ങനെ നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഷുഗറിനേക്കാളും കുറച്ചുകൂടി കുറവ് അഡിക്റ്റീവാണ് ജാഗരി. മനസ്സിലായില്ലേ? അപ്പോൾ ഷുഗറിൽ നിന്ന് ജാഗരിയിലേക്ക് വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ജാഗരിയിൽ നിന്ന് നമുക്ക് നിർത്താനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഷുഗർ നേരിട്ട് നിർത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഷുഗർ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് വിളിച്ചിരുത്തി ഒരു അരമണിക്കൂർ പറഞ്ഞാൽ ഇവിടെയുള്ള കുറേയധികം ആൾക്കാർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ അഡിക്റ്റീവായ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഡെസേർട്ട് ഭക്ഷണത്തിനകത്ത് എടുത്ത് കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാമായിരുന്നു. അവരോട് നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാൻ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവർക്കൊരു അലാം വരും. ഞാൻ പറയുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിനാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ശരീരത്തെ അറിയാം. അത് പോയി ചെക്ക് ചെയ്യുമ്പോൾ അവർക്കറിയാൻ പറ്റും അവരുടെ ശരീരം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതിനകത്ത് അവർക്കത് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ടേ നമുക്കിങ്ങനെ ഇൻഫോർമേഷൻസിൻ്റെ ഇങ്ങനെ ഒരു കൊള്ളയാണ്. അതായത്
ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൽ കുറേയൊക്കെ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ABC ജ്യൂസ് അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ വെറും വൈകിൽ കുടിക്കുന്നത് നല്ലതാണ്. ABC ജ്യൂസ് അല്ലാതെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വെറും വൈകിൽ മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മളുടെ ഗട്ട് ഹെൽത്തിനും സ്കിന്നിനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അങ്ങനെ തന്നെ കരുതാൻ പറ്റുമോ? അത് ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ എന്താണെന്നറിയോ, കണ്ടീഷൻഡാണ്. ഇപ്പോൾ ABC ജ്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആഷ്കാർഡ് ജ്യൂസ് ആയിക്കോട്ടെ, വെണ്ടയ്ക്ക മുറിച്ച് തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് രാവിലെ ആ വെള്ളം കുടിക്കാൻ പറയുന്നതായിക്കോട്ടെ, ഇതെല്ലാം ഓരോ കണ്ടീഷനിൽ ചിലപ്പോൾ നല്ലതായിരിക്കാം. അത് ഞാൻ ഇവിടെ വന്നിട്ട് നാളെ നിങ്ങളെല്ലാവരും നെല്ലിക്ക ജ്യൂസ് കുടിച്ചോളൂ, നിങ്ങളുടെ ആരോഗ്യം നന്നാക്കാൻ പറ്റും എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ നീതികേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ABC ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, നമ്മൾ നെല്ലിക്ക ജ്യൂസ് കുടിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിനെല്ലാം എഫക്ട്സും ഉണ്ട് സൈഡ് എഫക്ട്സും ഉണ്ട്. ഈ സൈഡ് എഫക്ട്സിനകത്ത് വരാത്തവരാണ് നിങ്ങളെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആ ജ്യൂസോ ആ ഡ്രിങ്കോ എന്ത് വേണമെങ്കിലും കുടിച്ചോളൂ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം ഞാൻ ഗദ്ദാഫിയുടെ സ്കിന്നിന് നല്ലതാവാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല എനിക്ക് വരേണ്ടത്, അല്ലേ? ഇപ്പോൾ ഗ്ലൂട്ടാത്തൈൻ എടുക്കുന്ന എല്ലാവരുടെയും സ്കിൻ എന്തുകൊണ്ട് വെളുക്കുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെളുക്കാനുള്ള ടൂളാണെങ്കിൽ എല്ലാവരെയും വെളുക്കണം. ബേസിക്കലി ഗ്ലൂട്ടാത്തൈൻ്റെ ഫംഗ്ഷനും പർപ്പസും സ്കിൻ വെളുപ്പിക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിന് വേണ്ടത് 100% ടൈലർ മെയ്ഡാണ്. ഓക്കെ. ഈ ടൈലർ മെയ്ഡ് സംവിധാനത്തെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പോൾ ഞാൻ ഈ കൺസൾട്ട് ചെയ്യുമ്പം പേഷ്യൻസിനോട് പറയാറുണ്ട്, ഈ നാട്ടിൽ ഇപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സുണ്ട്, ഹോമിയോപ്പതി ഡോക്ടേഴ്സുണ്ട്, നാച്ചുറോപ്പതി ഡോക്ടേഴ്സുണ്ട്, പിന്നെ ഉള്ളത് ഗൂഗിളോപ്പതി ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ഗൂഗിളോപ്പതി ഡോക്ടേഴ്സ് നല്ലതുമാണ് മോശമാണ്. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വരും, നിങ്ങൾക്ക് വെയിറ്റ് കുറയണം, ഞാൻ നിങ്ങളോട് ഇന്ന ഡയറ്റ് പറയുന്നു, ഇന്ന സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറയുന്നു, ഇന്ന എക്സസൈസ് ചെയ്യാൻ പറയുന്നു. യു ഗോ ബാക്ക്, ഗോ ടു ChatGPT, നിങ്ങൾ ടൈപ്പ് ചെയ്യും ഞാൻ പറഞ്ഞ സാധനങ്ങൾ, എന്നിട്ട് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്തോളൂ. ഞാൻ പറയുന്നതിനകത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിനകത്തൊരു ഫൈനൽ ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ ഹെഡ് ഏക്കെന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ വരെ വരും. അതിനർത്ഥം എല്ലാ ഹെഡ് ഏക്കുകളും ബ്രെയിൻ ട്യൂമർ ആണെന്നല്ല. സോ അവിടെയാണ് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസേഷൻ്റെ എന്ത് വേണ്ടത്, ഗൈഡൻസ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ അവരെ റീചെക്ക് ചെയ്തോളൂ. എനിക്ക് വിരോധമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്, ആണോ ഡോക്ടറെ? ഞാനൊന്ന് ചെക്ക് ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ പറയുന്നതിനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഫൈനൽ ഡിസിഷൻ സ്വന്തമായി എടുത്ത് ആക്ഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കുറേയധികം മിത്തുകൾ കാണുന്നുണ്ട്. അതായത് ഭക്ഷണം കുറച്ചാൽ മതി നമ്മളുടെ തടി കുറയും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി, നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മതി തടി കുറയണം എന്ന് പറയുന്നവരുണ്ട്. കുറേ സെറംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, കോസ്മെറ്റിക്സ്. അത് വാരി തേച്ചു നിങ്ങൾ വെളുക്കും എന്ന് പറയുന്നവരുണ്ട്. ഇതുപോലെ കുറേ മിത്തുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ വളരെ പ്രിവലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ എന്തൊക്കെ മിത്തുകളാണ് ഇനി മാറി തുടങ്ങേണ്ടത്? ഏതൊക്കെ പൊട്ടത്തരങ്ങളാണ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റേണ്ടത്? ഈ പറഞ്ഞ എല്ലാ മിത്തുകളാണ്. അപ്പോൾ പട്ടിണി കിടന്ന് ഒരു മനുഷ്യൻ്റെയും വെയിറ്റ് കുറയ്ക്കരുത്. നിങ്ങളുടെ ബോഡിയെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് പോയതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചു വരും. നിങ്ങൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചോ, നിങ്ങൾ എന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് എല്ലാ വെയിറ്റും തിരിച്ചു വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതല്ല ഐഡിയൽ വേ. ഭക്ഷണം കൊടുത്ത് ആരോഗ്യത്തോടു കൂടി, കാരണം പട്ടിണി കിടക്കുമ്പോൾ മസിൽ വേസ്റ്റേജ് ഉണ്ടാവുകയാണ്, നമ്മുടെ മസിലുകൾ വീക്കാവുകയാണ്. നമ്മുടെ ശരീരം വീക്കായിട്ട് ഒരിക്കലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പാടില്ലല്ലോ. നമ്മൾ എന്തിനാണ് വെയിറ്റ് കുറയ്ക്കുന്നത്? ഹെൽത്തി ആയിട്ടിരിക്കാൻ. അപ്പോൾ അൺഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമ്മളുടെ പർപ്പസ് ഡെലിവർ ആവുന്നില്ലല്ലോ. ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അൺഹെൽത്തി വേയിലൂടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ആരും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത് ആരും ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അൺഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പാടില്ല, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാം. കാരണം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാര്യം എന്തുകൊണ്ട് വെയിറ്റ് കൂടി എന്നറിയണം എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ നാട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് 10 കാരണങ്ങൾ കൊണ്ടാണ്.
ഒരാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വെയിറ്റ് കൂടിയത്, ഒരാൾക്ക് ഫാറ്റി ലിവർ കൊണ്ടായിരിക്കും വെയിറ്റ് കൂടിയത്, ഒരാൾക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും വെയിറ്റ് കൂടിയത്, ഒരാൾക്ക് PCOD ആയതുകൊണ്ടായിരിക്കും വെയിറ്റ് കൂടിയത്. അങ്ങനെ വെയിറ്റ് കൂടാൻ യു ഹാവ് ഡിഫറെൻറ്റ് റീസൺസ്. ആ റീസൺസിനെ, ആ റൂട്ട് കോസിനെ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് കുറയും. അതിനെ കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ പണിയെടുത്താലും നിങ്ങളുടെ വെയിറ്റ് കുറയത്തില്ല. മനസ്സിലായില്ലേ? വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് മുടി പൊഴിയും, അയാൾക്ക് ജോയിൻറ്റ് പെയിൻ വരും, അയാൾക്ക് ആവശ്യമില്ലാതെ സ്ട്രെസ്സ് വരും. ആ സ്ട്രെസ്സിന് വേണ്ടി നിങ്ങൾ സൈക്കോളജി കൗൺസിലിങ്ങിന് പോയാലും, ആ മുടി പൊഴിച്ചിലിന് വേണ്ടി നിങ്ങളിവിടുത്തെ ഏറ്റവും വില കൂടിയ എണ്ണയോ ഹെയർ ഓയിലോ ഷാമ്പു എടുത്ത് ഒഴിച്ചാലും, ആ വേദന മാറാൻ വേണ്ടി നിങ്ങൾ എത്ര വലിയ ജോയിൻറ്റ് പെയിനിന് വേണ്ടിയുള്ള പെയിൻ സ്പ്രേ എടുത്തടിച്ചാലും ആ വേദന മാറില്ല. എപ്പോൾ വരെ? വൈറ്റമിൻ D സപ്ലിമെൻറ്റ്സ് എടുത്ത് വൈറ്റമിൻ D നോർമലാക്കുന്നത് വരെ. അതുപോലെ ഈ പറഞ്ഞ മിത്തുകളെല്ലാം റൂട്ട് കോസ് കണ്ടുപിടിക്കണം. നമ്മൾ കണ്ണിൽ കരട് പോയിട്ട് കണ്ണീര് വരും, കണ്ണീര് തുടച്ച് കളയാൻ യു വിൽ ഗെറ്റ് ദിസ് ഓൾ റൂട്ട്. കരടെടുത്ത് കളയുക എന്നുള്ളതാണ് എന്ത്? റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അതിന് നമ്മൾ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. അല്ലാത്ത ഈ പറഞ്ഞ എല്ലാ ഷോർട്ട് കട്ട്സ് ആണ്. ഷോർട്ട് കട്ട്സ് ഒന്നും ഹെൽത്തി അല്ല.